പി എമ്മിന്റെ CPM ഒരു ഘടന, ആ ഘടനയിൽ നിന്നുകൊണ്ട് ഒരു MLA, ഒരു ഭരണകക്ഷി MLA ഒരാഴ്ചയായിട്ട് വന്ന് ഇപ്പൊ മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ഇതാരെ മുഖ്യമന്ത്രിയോടല്ലേ ഈ ഭരണം മുഴുവൻ. പിന്നെ മുഖ്യമന്ത്രിയുടെ എൻ്റെ ഓഫീസിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിരന്തരമായി അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഞാൻ എനിക്ക് ഉത്തരവാദിത്തം ഇല്ലായിരിക്കാൻ പറ്റും. എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഞാൻ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ അറിയാതൊരു സംഭവം നടന്നാൽ ഞാൻ ആളെ മാറ്റാം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ ആരോപണം മുഴുവൻ P ശശിക്ക് നേരെയോ അല്ലെങ്കിൽ അജിത് കുമാറിന് നേരെയാണോ? ഈ ആരോപണം മുഴുവൻ മുഖ്യമന്ത്രിക്ക് നേരെയാണ്. മുഖ്യമന്ത്രി അറിയാതെ നടക്കുമോ? അങ്ങനെയാണെങ്കിൽ സ്വന്തം ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ദുർബലനല്ല അദ്ദേഹം. ഇപ്പൊ പേടിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രി. വെറുതെ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്നതൊക്കെ ചുമ്മാ പറയണ വരണ്ട് നിൽക്കുകയാണ് ഇവന്മാരുടെയൊക്കെ ഇടയിൽ. ഒന്നും ചെയ്യാൻ പറ്റാതെ കരുത്തായ ഭരണാധികാരിയാണെങ്കിൽ നേരം വിളിക്കുന്നതിന് മുമ്പ് ഇവരുണ്ടാവോ? ഈ സ്ഥാനങ്ങളിൽ ഇവരുണ്ടാവോ? കരുത്തനായ ഭരണാധികാരിയാണെങ്കിൽ. പിന്നെ എപ്പോഴും പറയില്ല എൻ്റെ മടിയിൽ കനമില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരം വിളിക്കുമായിരുന്നു. നേരം അതിനു മുമ്പ് പോവില്ല ഇവരൊക്കെ. മാറ്റിയെങ്കിലും നിർത്തേണ്ടവരെ അതേ സ്ഥാനത്തിരിക്കുകയാണ്, കീ പൊസിഷൻസിൽ ഇരിക്കുകയാണ്. ഇപ്പോഴും കേരളം ഭരിക്കുന്നത് അവരാണ്. എന്നിട്ട് അവർക്കെതിരെ അന്വേഷണം വന്നു. അതാ ഞാൻ ചോദിച്ചത്, എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി. ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് ഈ ആരോപണം ഉന്നയിച്ച കേസുകളിലെ FIR എല്ലാം, 2 കൊലപാതക കേസുകളിൽ, ഒരു മിസ്സിംഗ് കേസ്, ഒരു കൊലപാതക കേസ്, അതിൻ്റെ അകത്തുള്ള FIR, ഈ സ്വർണം പിടിച്ച കേസിൽ, ഇതെല്ലാം ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെല്ലാം അത് പ്രത്യേകമായിട്ട് അന്വേഷിക്കണമല്ലോ. ഗുരുതരമായ ആരോപണമല്ലേ? ADGPയുടെ ഭാര്യ സഹോദരന്മാർക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ചിരിക്കുക. ഒരു SP-യും പറഞ്ഞു, ഒരു MLA-യും പറഞ്ഞു. അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളിത് ഉപകരണത്തിലാന്നേ ഉള്ളൂ. അപ്പൊ എന്നോട് അന്ന് മാധ്യമപ്രവർത്തി ചോദിച്ചു, ഉപജാപക സംഘത്തിൽ ആരൊക്കെ? ഞാൻ പറഞ്ഞത് സമയം മുമ്പ് പേരൊക്കെ തന്നെത്താൻ പുറത്തു വന്നോളൂ. ഇപ്പൊ 2 പേരുടെ പേര് വന്നില്ലേ, ഇനിയും വരാനുണ്ട്. അവരാണ് എല്ലാത്തിലും ഈ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുക്കുക, ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനല്ലായിരുന്നോ അൻവർ? പ്രതിപക്ഷ നേതാവായി എനിക്കെതിരെ നിയമസഭയിൽ മുഖ്യമന്ത്രി അറിയാതെ ആരോപണം ഉന്നയിക്കുമോ? മറ്റേ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് കോൺഗ്രസിലെ ഒരു MLA ആണ്, ഞാനാണ് CLP ലീഡറായിരിക്കുമ്പോൾ ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് ഇതുപോലെ അസംബന്ധം പറഞ്ഞെങ്കിൽ ഞാൻ നടപടി എടുത്തേനെ, ഞാൻ ശാസിച്ചേനെ, പിൻവലിപ്പിച്ചേനെ ആളെ കൊണ്ട്. ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി അത് ചെയ്യുമെന്ന്. മുഖ്യമന്ത്രി പിറ്റേ ദിവസം ചെയ്തതെന്താ? അൻവറിന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണ കൊടുത്ത്. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. വിശ്വസ്തനല്ലേ? ഇപ്പൊ എന്ത് പറ്റി? അതാണ് ഉണ്ടായ മാറ്റം. എന്താണ്? ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപകടകരമായ രീതിയിൽ. ഞാനതാണ് ജീർണത എന്നുള്ള വാക്യങ്ങൾ നേരത്തെ ഉപയോഗിച്ചാണ്. ജീർണത എന്നുള്ള, ഞങ്ങളിതെല്ലാം മുൻകൂട്ടി പറഞ്ഞാൽ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉപജാപക സംഘത്തിന്റെ പ്രവൃത്തി അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കെതിരെ ഒരു ഭീഷണിയില്ല. എനിക്കെതിരെ ഒരു ഭീഷണിയില്ല. ഞങ്ങളിപ്പോൾ KPCCയുടെ സമര പരിപാടി പ്രഖ്യാപിക്കും. ഇന്നലെ ഇന്ന് പ്രഖ്യാപിക്കും KPCCയുടെ സമര പരിപാടി. ഞങ്ങൾ UDFന്റെ സമരം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിരുന്നു. ഞങ്ങൾ വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് പാർട്ടി പരിപാടി പ്രഖ്യാപിക്കും. UDFന്റെ പരിപാടി അടുത്ത ദിവസം പ്രഖ്യാപിക്കും. എന്താരോപണം ഉന്നയിച്ചവർ? പാർട്ടിയിൽ സീറ്റ് അവർക്ക് പദവി കൊടുത്തില്ലെന്നാ? അതിനെന്തിനാ? അല്ല, ഇയാൾ എന്തൊരു കയ്യിൽ നിന്നായാലും ദേശാഭിമാനം എന്നാണേലും വന്നിട്ട് ഇതുപോലത്തെ ചോദ്യം, അത് എന്താരോപണം ഉന്നയിക്കണം? എന്താരോപണം? പാർട്ടിയിൽ സ്ഥാനം കൊടുത്തില്ല എന്ന് പറയുന്നത് ആരോപണം. പോലീസ് അന്വേഷിക്കും. അല്ല, നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തരമാണ് ചോദിക്കുന്നത്? കാരണം അല്ലല്ല, അവരതൊന്നും അല്ല, അത് ആ ചാനൽ പറഞ്ഞ അവർ പറഞ്ഞ പാർട്ടിയിൽ അവർക്ക് സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് പോലീസ് അന്വേഷിക്കേണ്ട കേസാണ്. കേസെടുത്ത് പോലീസ് കേസെടുക്കും. അത് ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്? ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്?
അല്ല, മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട്. അപ്പൊ ഞാൻ പറയണത് മുഖ്യമന്ത്രി